ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തതും ഇനി ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നതുമായ സിനിമകളും സീരീസുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 7-ാം തീയതി വരെ റിലീസ് ചെയ്തതും അതിനുശേഷം ഇന്ന് മുതൽ അതായത് ഏപ്രിൽ മാസം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളും സീരീസുകളും, പെരുന്നാൾ സ്പെഷ്യൽ പിന്നെ അതുപോലെ തന്നെ വിഷു സ്പെഷ്യൽ സിനിമകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തെലുങ്ക് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലംബ സിംഗി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസിപ്ലിൻ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് കോമഡി മൂവിയാണ്. കിസ്മത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് പിന്നെ കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മ്യൂസിക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലും പോർച്ചുഗീസ് ഭാഷയിലും ആയിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മൂവിയാണ്. ദ ടിയർ സ്മിത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷനാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ജയിലർ എന്ന് പറഞ്ഞ സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷനാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ മലയാളം ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ഹിന്ദി ഡബ്ഡ് വേർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മലയാള സിനിമയ്ക്ക് വേണ്ടി എത്ര ആൾ കാത്തിരിക്കുന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് ഹനുമാൻ എന്ന് പറയുന്ന സിനിമയാണ്. തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലായിട്ട് ഡിസിപ്ലിൻ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു ഹിന്ദി മൂവിയാണ് അടുത്തത്. ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫാരെ എന്നാണ് സിനിമയുടെ പേര്. C5ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്. പാരസൈറ്റ് ദ ഗ്രേ എന്ന് പറഞ്ഞൊരു ഡ്രാമ, സയൻസ് ഫിക്ഷൻ, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകൾ, കൊറിയൻ ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. കൊറിയൻ സീരീസ് ആണ്. ഈ ഒരു സീരീസിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തതെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തത് തന്ത്ര എന്ന് പറഞ്ഞൊരു തെലുങ്ക് മൂവിയാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമയാണ്. ഇമെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്തിൽ അതുപോലെ തന്നെ ടെൻറ്റ് കോട്ടായി 2 OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്കൂപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഷുഗർ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ആപ്പിൾ TV+ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമയാണ്. ഓപ്പറേഷൻ ലൈല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ബെൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ലാ വസ്റ്റേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ചാരി 111 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് GV പ്രകാശ് കുമാറും മമിത ബൈജിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു റെബൽ എന്ന് പറഞ്ഞ സിനിമ. ഏകദേശം ഒരു 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്, തിയേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം. അപ്പോൾ തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഡ്യൂൺ പാർട്ട് 2 എന്ന സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്, സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഈ സിനിമ ഡിജിറ്റൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഡെവിൽ എന്ന് പറഞ്ഞൊരു കൊറിയൻ മൂവിയാണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്തൊരു കൊറിയൻ മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് കഴിഞ്ഞ ആഴ്ച, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി ഇന്ന് മുതൽ, അതായത് 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് പെരുന്നാൾ സ്പെഷ്യലായിട്ടൊക്കെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഇന്ന് രാത്രി 12-ന് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സിനിമയാണ്. കുംഫു പാണ്ട 4 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആനിമേഷൻ കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12-ന് ശേഷം ഡിജിറ്റൽ റിലീസ് ചെയ്യുന്നതാണ്. 9-ാം തീയതിയാണ്, അതായത് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. അടുത്ത കാജൽ അഗർവാൾ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കാജൽ കാർത്തിക എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തെലുങ്ക് സിനിമയാണ്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഏപ്രിൽ മാസം 9-ാം തീയതി, അതായത് ഇന്ന് രാത്രി 12-ന് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ മ്യൂസിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. അമർ സിംഗ് ചംകില എന്നാണ് സിനിമയുടെ പേര് വരുന്നത്.
വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി, കോമഡി, ആക്ഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് സീരീസ് ആണ്. ഫോൾ ഔട്ട് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു അഡ്വഞ്ചർ, ഡ്രാമ, ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. ഗാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സി5 വഴി ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, കന്നഡ ഭാഷകളായിട്ട് ഏപ്രിൽ മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഓം ഭീം ബുഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷയിൽ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും തെലുങ്ക് ഭാഷ മാത്രമേ ഇപ്പോൾ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളൂ. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ കുറേ തവണ കണ്ടിട്ടുണ്ടാകും, എന്നാലും OTT വരാൻ കാത്തിരിക്കുന്ന സിനിമയാണ്. പ്രേമൽ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഏകദേശം ഒരു 150 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ്. അപ്പോൾ മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ ആഹാ തെലുങ്കിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്വീഡിഷ് മൂവിയാണ്. സ്റ്റോളൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഏപ്രിൽ മാസം 12-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു ക്രൈം ഡ്രാമ സിനിമ. അടുത്തത് ഒരു ആനിമേഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വുഡി വുഡ് പെപ്പർ ഗോസ് ടു ക്യാമ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ ഏപ്രിൽ മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ് വന്നില്ല ഇതുവരെ ഒരു ഡേറ്റ് ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടില്ല. നമ്മുടെ രജനീകാന്തിൻ്റെ ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയായിരുന്നു. തിയേറ്ററിൽ വൻ ഫ്ലോപ്പായി മാറിയ സിനിമയാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും നെറ്റ്ഫ്ലിക്സ് പിന്നെ ഇതുവരെ അവർ എന്താ പറയുക, ഇതിൽ നഷ്ടപ്പെട്ടു പോയ പ്രിൻ്റ് കിട്ടിയാലേ അവർ പിന്നെ എന്താ പറയുക സ്ട്രീം ചെയ്യുമെന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചു. അപ്പോൾ സൺനെക്സ്റ്റ് ആണ് ഇപ്പോൾ ഈ പുതിയ OTT പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് സൺനെക്സ്റ്റിൽ ഈ ഒരു സിനിമ പിന്നെ ഏപ്രിൽ മാസം 12-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും പിന്നെ ഒഫീഷ്യലി അപ്ഡേറ്റുകളൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇനിയും അപ്ഡേറ്റുകൾ വരാം. തമിഴ് സിനിമകളും അതുപോലെ തന്നെ ഹിന്ദി സിനിമകളും അതുപോലെ തന്നെ മലയാള സിനിമകളും തെലുങ്ക് സിനിമകളും ഒക്കെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഇനിയും അപ്ഡേറ്റുകൾ വരാം. പെരുന്നാൾ സ്പെഷ്യലായിട്ട് പല സിനിമകളും വരാൻ ചാൻസ് ഉണ്ട്. ആമസോൺ പ്രൈമിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ കൽബ് പറഞ്ഞ മലയാള സിനിമ ചിലപ്പോൾ ആമസോൺ പ്രൈമിൽ വന്നേക്കാം. 10-ാം തീയതി വന്നേക്കാം, 10-ാം തീയതിയോ 11-ാം തീയതിയോ ഒക്കെ വന്നേക്കാം. അപ്പോൾ എന്തായാലും അപ്ഡേറ്റുകൾ വരാം. പിന്നെ പുതിയ റിലീസുകൾ ഉണ്ടാവാം. ആ സമയത്ത് റിലീസുകൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഒഫീഷ്യലി വന്ന സിനിമകളും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, OTT അപ്ഡേറ്റുകൾ കൂടാതെ സിനിമകളുടെയും സീരീസുകളുടെയും റിവ്യൂസും ചെയ്യാറുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും